ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യമേ പറയട്ടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി വരുന്ന ഒരു വർഷം അടിപൊളി ഒരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഓണം വ്ളോഗാണിത്. വീട്ടിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും അറിയാം. ഓണം സെലിബ്രേഷൻ ഒന്നും ഇല്ലയെന്ന് വെച്ചൊരു സിറ്റുവേഷൻസ് ഒക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് ചെറിയൊരു രീതിയിൽ ഭയങ്കര മിനിമൈസ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു ഓണം സെലിബ്രേഷനാണ് കേട്ടോ ഇതിലുള്ളത്. സെലിബ്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ചടങ്ങൊക്കെ ഒന്ന് നടത്തുക, ആ ഒരു രീതിയിൽ മാത്രം. നമ്മുടെ പൂക്കളം റെഡിയാക്കാനുള്ള പൂവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അമ്മമ്മയാണ് പൂവൊക്കെ ഇടാറ്. ഞാനൊന്ന് ജസ്റ്റ് സഹായിച്ചൊക്കെ കൊടുക്കും. പക്ഷെ എൻ്റെ പൂക്കളം ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുമ്പൊക്കെ എൻ്റെ നടുവിൽ വെച്ചിട്ടുണ്ട്. ആദ്യമേ പറയാം, ഇത് മാറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിലെ തുമ്പ ഞാൻ വെച്ചത് അപമാനിക്കാനുള്ള രീതിയിലല്ല കേട്ടോ. ഞാനിതൊരു പൂക്കളം തന്നെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മളത് മാറ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല. സോ അങ്ങനെ നമ്മുടെ പൂക്കളം ഒക്കെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് അധികം പൂവൊന്നും വാങ്ങി വലിയ പൂക്കളൊന്നും നമ്മൾ സാധാരണ ഇവിടെ ഇടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ മാറ്റ് വാങ്ങാൻ തന്നെ കാരണം കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിൽ പൂക്കളൊക്കെ സെറ്റാക്കി. പിന്നെ കിച്ചണിലേക്ക് പോകുമ്പം അമ്മ അവിടെ പുരിഞ്ഞ് പണി എടുത്തുകൊണ്ടിരിക്കുക, സദ്യ മേക്കിംഗ്. പിന്നെ മലബാർ സദ്യ എന്ന് പറയുമ്പം ചിക്കനും മീനും അങ്ങനെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാകും. ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. സോ അതുകൊണ്ട് ചിക്കനും മീനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സദ്യേൻ്റെ കാര്യങ്ങളൊക്കെ ഞാനും കുറേ സഹായിച്ചു കൊടുത്ത് ഒരുക്കുന്നുണ്ട്. ചിക്കൻ പൊരിക്കുക, മീൻ സെറ്റാക്കുക, അതൊക്കെ എൻ്റെ പരിപാടി കേട്ടോ. എനിക്ക് അതിൽ മസാല തേക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ സ്പെഷ്യലായിട്ട് മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അത്, ആ ഒരു ചൊയൊക്കെ. അതുകൊണ്ട് തന്നെ ഞാനായിരുന്നു ഇതിൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഓരോ തിരക്കിൽ തന്നെയാണ്. സാധാരണ അമ്മ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഒരു 10 മണി വരെയൊക്കെ എല്ലാ പരിപാടിയും ഉണ്ടാവും. 10 മണിയാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് റെഡി ആവാറുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളും സഹായിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. ഒരു 9 മണിക്കൊക്കെയാണ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഒരു 12 മണി ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള അവിയലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറയാറുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ഓണത്തിനെ പറ്റി അമ്മമ്മേനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. പൂവൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിനെ കുറിച്ചുള്ള അഭിപ്രായം പറയൂ. അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഓണം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഓണം എല്ലാവർക്കും ഒരു ദുഃഖകരമായ ഓണമാണ്. വയനാട്ടിലെ ആലോചിച്ചിട്ട്. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാനുള്ള ചടങ്ങുകൾ ചെയ്യാമെന്നല്ലാണ്ട് ആഘോഷമായിട്ട് അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പണ്ടേ ചെയ്തു പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് ആ ഒരു ചടങ്ങുകൾ നിറവേറ്റുക. എന്നിപ്പോ ഇപ്രാവശ്യം പൂവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? 10 ദിവസം അമ്മാമ്മയാണ് ഇവിടെ പൂവൊക്കെ പറിച്ചിടല്. അതുകൊണ്ടാണ് അമ്മാവനോട് ചോദിക്കുന്നത്. ഞാൻ പൂവ് പറിച്ചിടലാണ്. പൂവ് അങ്ങനെയൊന്നും പൈസ കൊടുത്തൊന്നും വാങ്ങിച്ചിടലില്ല. 1-2 ദിവസം മാത്രമേ പൂവ് വാങ്ങാറുള്ളൂ. അത് കാര്യമായിട്ടുള്ള ദിവസം മാത്രം ബാക്കി ഞങ്ങൾ പറിച്ചിടുന്ന പൂവാണ്. ഞങ്ങൾ അതേ പണ്ടേ അങ്ങനെ ചടങ്ങോട് കൂടി പോരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ പറിച്ച് ഇടാണ് ചെയ്യാറ്. ഇപ്പം പിന്നെ കിട്ടാനില്ലെങ്കിൽ മാത്രം പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് പൂവിടും. നിങ്ങളൊക്കെ ചെറുതായപ്പോഴുള്ള ഓണവും ഈ ഓണവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒക്കെ പറഞ്ഞോണ്ടാ? ചെറുതായിട്ടുള്ള ഓണം ആകുന്ന സമയത്തുള്ള ആ സന്തോഷവും സുഖങ്ങളൊന്നും ഇപ്പോൾ ഉള്ള ഓണത്തിനില്ല. എന്തുകൊണ്ട്? അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ കുറേ കുട്ടികളായിട്ട് പൂവൊക്കെ പറിക്കാൻ നേരം പലരും പണിയിട്ട് പോയി കാട്ടിനുള്ളിൽ കൂടിയൊക്കെ നല്ലോണം തുമ്പ ചെത്തി മല്ലി നിറഞ്ഞോന്ന് എല്ലാ പൂവും പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അതൊക്കെ ഓരോരോ ഭാഗത്താക്കി. എന്നിട്ട് ഞങ്ങളൊന്ന് കുളിച്ച് തൃക്കാക്കരപ്പനെ കുളിപ്പിച്ച് പിന്നെ ഭസ്മൊക്കെ തൊടിയിച്ച് തുളസീൻ്റെ ഇലയിൽ വെച്ച് തുമ്പപ്പൂവിട്ട് ബാക്കിയുള്ള പൂവുകളൊക്കെ നല്ലോണം ഉള്ളിയിട്ട് ഇതേമാതിരിയിൽ വാങ്ങിയിടുന്ന പൂവൊന്നും അന്നും ആരും ഇടാൻ ഇടില്ല. ആരുട്ട് ഇപ്പോൾ അന്നത്തെ മാതിരി പൂവൊന്നും വിൽപ്പനയൊന്നുമില്ല. അന്ന് ഒക്കെ പറിച്ച് കൊണ്ടുവന്നിടുക. പിന്നെ ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് തെച്ചിപ്പൂവൊക്കെ പറിച്ച് കൊണ്ടുവെക്കും. പിന്നെ രാവിലെ പോയിട്ട് പൊലച്ചക്ക് എണീറ്റ് മത്സരിച്ച് പോയി ഭയങ്കര പാട്ടോട് കൂടിയിട്ട് എല്ലാ കാട്ടുകൂടിയും ഒക്കെ നടന്ന് പൂക്കൊട്ട ഉണ്ടാവും. 4-5 പൂക്കൊട്ടൊക്കെ കൈത്തിരിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് പറിച്ചിടുക ചെയ്യുക പൂവ്. എന്നിട്ട് വീത് കൊടുക്കുക ചെയ്യുക. കാരണം തോനെ പൂ കിട്ടിയാൽ നിറഞ്ഞു പോകുന്നതിന് ഇങ്ങനെ ഇങ്ങനെ വീതിട്ട് പിന്നെയും വീണ്ടും അതിൽ പറിച്ചിടും. അങ്ങനത്തെ കാലങ്ങളൊക്കെ ആയിരുന്നു അന്ന്. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് പൂ വാങ്ങിക്കൊണ്ടൊക്കെ വീഡിയോ പോയി സെക്കൻഡ് ഹാൻഡ് പൂവ് ഉദ്ദേശിച്ചത് ഞാൻ ഡെക്കറേറ്റ് ചെയ്തതിനാണല്ലേ? അല്ല, അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതാണ് ഇന്നത്തെ ലോകമല്ല അന്ന്. ഇപ്പം അന്നത്തെ ലോകമല്ല അന്ന് സുഖേടില്ല. മാവേലി വന്ന് നല്ലോണം വരവേറ്റ് എല്ലാവരും സന്തോഷത്തോടു കൂടിയൊക്കെ. ഇപ്പോൾ ആരും ഇതിനെ പറ്റിയിട്ടുള്ളൊരു ശ്രദ്ധയും ചിന്തകളൊന്നും വീട്ടിലുള്ള കുട്ടിയൊക്കെ ഇല്ല. അപ്പോൾ മതി. ഇനി അമ്മാമ്മ ഇട്ട പൂവാണ് കേട്ടോ.
ഇവിടെ നിന്ന് തന്നെ പറിച്ചത് വെച്ചിട്ട് ഇട്ട പൂക്കളാണ് ഇത്. എൻ്റെ ആർട്ടിഫിഷ്യൽ പൂവാണെന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. ഞാനിട്ട പൂവ്. ഞാൻ നമ്മളെ തുമ്പേനെ മറന്നിട്ടൊന്നുമില്ല. ഞാൻ തുമ്പയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇട്ടത് ഗൈസ്. സ്റ്റൈലാവട്ടെ എന്ന് വിചാരിച്ചു. അയ്യോ, അപ്പോൾ ഇന്ന് തിരുവോണമായിട്ട് ഞാൻ കുളിച്ചൊക്കെ ഒന്ന് റെഡി ആയി വന്നതാണ്. രാവിലെ പൂവ് കരിഞ്ഞ് വെക്കാനുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റല്ല, ഒരു 9 മണിക്ക് ആയി പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഓണം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ഇങ്ങനെ അധികം ആരൊന്നുമില്ല, തിരുവോണമല്ലേ. അപ്പോൾ വീട്ടിൽ തന്നെ ചെറിയൊരു ആഘോഷമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. ഞാൻ ഈ ഒരു ധാവണിയാണ് ഇട്ടിട്ടുള്ളത്, ആസാരിയാണ് ഇട്ടിട്ടുള്ളത്. നാഹാണൻ ലുക്കിൽ നമുക്ക് ഒരുങ്ങാം. മുടി മര്യാദയ്ക്ക് ഉണങ്ങിയിട്ടില്ല, അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓണായാലും പാട്ടൊക്കെ മസ്റ്റാണല്ലോ. നമുക്ക് പാട്ട് പാടിയാലോ? കഴിഞ്ഞ ഓണത്തിനാ ഓൾമോസ്റ്റ് ഓണത്തിനൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ഭയങ്കര ഒച്ചയിൽ പാട്ട് വെക്കും. ഓണം തിയേറ്ററിൽ ഇങ്ങനെ പാട്ട് വെച്ചിട്ട് ചിലപ്പോൾ കൂടെ പാടും. അതിൻ്റെ മുമ്പൊക്കെ കരോക്കെ ഭ്രാന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ അതൊക്കെ ഇങ്ങനെ മാറി വരുന്നു. പക്ഷെ എനിക്കിങ്ങനെ ഒരുങ്ങിക്കൊണ്ടൊക്കെ വെക്കുമ്പോൾ പാട്ടൊക്കെ പാടാൻ തോന്നും. കടുക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരും സമ്മാനം പൂക്കോട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിൻ്റെ സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ നിറയുന്നു നിറവയറൂണിൻ്റെ സന്തോഷം പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിറമോടെ ഉയരുന്നു സംഗീതം. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. ഇത്രയല്ലോ. പുറകിലേക്ക് ലിറിക്സ് ഒന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല ഇപ്പോൾ. അപ്പോൾ ഏകദേശം നമ്മൾ റെഡിയായി. ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് കൂടുതൽ മേക്കപ്പ് കാര്യങ്ങളൊന്നും വേണ്ട. ബ്ലഷ് വേണം. ബ്ലഷ് ഇല്ലാതെ എന്ത് ജീവിതം. തളങ്ങട്ടയും പിന്നെ നമുക്കിനി പൂവ് പോയിടാം. എന്തൊക്കെയോ പണികളുണ്ട്. നമുക്കൊക്കെ റെഡിയായി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. ഓണം കഴിഞ്ഞത്തേക്ക് മിക്കവാറും ഈ വീഡിയോ ഇടുക. പക്ഷേ ഒരു നല്ലൊരു ഇയർ ആവട്ടെ. പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ കുറച്ച് ലൈറ്റ് അങ്ങനെ വാരി വലിച്ച് കഴിക്കണം. അമ്മ ഇവിടെ സദ്യേൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി. ഇത് ഉപ്പേരി, ഇത് ഈ രസം ഇതൊക്കെ പോകുന്നുണ്ട്. പച്ചടി, ഇതാണ് പച്ചടി. എനിക്ക് മൈ ഫേവറേറ്റ് ഐറ്റമാണ് പച്ചടി. പിന്നെ അവിയൽ, ദിസ് ഈസ് ഓൾസോ മൈ ഫേവറേറ്റ്. ഇത് പുളിയാണ് പാക്കറ്റ് കുപ്പിയിലാക്കി വെച്ചത്. ഇത് നാരങ്ങാച്ച. ഇത് ആക്ച്വലി മെഞ്ഞാന്ന് രാത്രി ഇട്ടതാണ്. പക്ഷേ നമ്മൾ സാധാരണ നാരങ്ങ ചീഞ്ഞലൊക്കെ ഉള്ള ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതൊരു ചടങ്ങാണ് കേട്ടോ. അമ്മ ഒരു നാക്കില ഒരു ചെറിയൊരു ഇല മുറിച്ച് വെച്ചിട്ട് അതിൽ നമ്മുടെ തൃക്കാക്കരപ്പൻ, ഒരു കല്ല് തൃക്കാക്കരപ്പനായിട്ട് സങ്കല്പിച്ചിട്ട് അതിനെ കോടി ഉടിപ്പിക്കുക എന്നൊക്കെ പറയും. നൂലുകൊണ്ടൊക്കെ അങ്ങനെ കോടി കുടിപ്പിച്ച് അതിൽ തുമ്പൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ ഇന്നലത്തേക്ക് തുമ്പ പിന്നെ ഈ മെഞ്ഞാത്താൻ തോന്നുന്നു അതിലൊക്കെ മിക്സ് ആക്കിയിട്ട് നമ്മൾ അകത്തും മിറ്റത്തും ഒക്കെ ഒന്ന് വെതറിയിട്ടുണ്ട്. ഓരോരുത്തരുടെ ഒരു വിശ്വാസം. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഓണത്തിന് നമുക്കൊരു പാട്ടാവാറില്ലേ?
നമുക്ക് ട്രാക്ക് വെക്കാണ്ടൊന്ന് പാടി നോക്കാം. കടക്കണ്ണിൽ വേണ്ട, വേറെ നോക്കാം. നിന്നിഴൽ പോലെ കൂടെ വരാം ഞാൻ, നീ എൻ്റെ സൂര്യനല്ലേ, വേളി നിലാവായി കൂടെ വരാം ഞാൻ, നീ എൻ്റെ സന്ധ്യയല്ലേ, അന്നഗ്രഹാര രാത്രിയിൽ തേരുവന്നപ്പോൾ അകതാരിൽ നമ്മൾ മൺചിരാതും കൊണ്ടു നടന്നില്ലേ, വരിവണ്ടായി ഞാൻ മോഹിച്ചു ചിണ്ടാർമിഴി പൂന്തേൻ മൊഴി. ഇതിപ്പോൾ ലിറിക്സ് മിക്സ് ആക്കി. ഈ ലിറിക്സ് അല്ലായിരുന്നു ആക്ച്വലി വേണ്ടിയിരുന്നത്. നടുവിൽ ലിറിക്സ് മിക്സ് ആയി പോയിട്ടുണ്ട്. ഞാൻ ചർമ്മത്തിനടുത്ത് അനുപല്ലവിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. മ്യൂസിക്കിനെ അഭിമാനിക്കല്ല കേട്ടോ, എനിക്ക് കിട്ടിയതാണ്. അപ്പം ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ ഈ ക്ലിപ്പ് ഏഡാക്കണ്ടെന്നൂടെ. നമ്മൾ വ്ളോഗല്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ ഏഡാക്കും. എനിക്ക് എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് തന്നെ ഭയങ്കര ശരിയായിരുന്നു. കാരണം ഭയങ്കര കോൺഫിഡൻസിലാണ് ഞാൻ ലിറിക്സ് തെറ്റിച്ച് പാടുന്നതല്ലേ. ഞാൻ ഇപ്പോഴാണ് പാട്ട് കേട്ട് നോക്കിയത്. എനിവേ കിടക്കട്ടെ. അങ്ങനെ എൻ്റെ ലിറിക്സ് പറ്റിയ പാട്ടിനൊക്കെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. മീനും ചിക്കനും ഉപ്പേരിയും അച്ചാറും സാമ്പാറും അവിയലും മോരുകറിയും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്ലിപ്സ് ഞാൻ ഫുഡ് കഴിക്കുന്നതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ആക്ച്വലി കേട്ടോ. സോറി ഫോർ ദാറ്റ്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം ഒക്കെ കഴിച്ചു. അടിപൊളി സദ്യയായിരുന്നു. പിന്നെ ഞാൻ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ഒരു കോലമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ പായസം കുടിക്കുന്നത്. സേമിയ പായസമായിരുന്നു ഇന്ന് കേട്ടോ. നമ്മളത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ മിനിമലായിട്ട് നമ്മൾ ഓണം സെലിബ്രേഷൻ ഇവിടെ കഴിയുകയാണ്.